അപ്പൊ ആ കയ്യൊന്ന് കയറ്റിയാണ് പാടത്തേക്കും ഇറങ്ങാം, കോരിക്കും ഇറങ്ങാം. പക്ഷെ നമുക്ക് തീയാത്ത സംഗതി പിക്കാസ് കൊണ്ട് വിറക് കീറില്ല, എങ്ങനെ മനസ്സിലായില്ല. ബാക്കിയൊക്കെ മനസ്സിലായി, പിക്കാസ് എടുത്ത് വിറക് കീറാന്നുള്ളത് അങ്ങനെ മനസ്സിലായില്ല. എന്താണ് അപ്പൊ പറഞ്ഞ അങ്ങനെ ആണ്ട് പറയന്നെ, പിന്നെ പേരോടാണല്ലോ ആ ഒരു ഉണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും സഹോദരന്മാരെ, അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം ഒന്നും ഇട്ടാണ്ട് വെറുതെ പിന്നെ ആൾക്കാരടി പരിഹസിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ ജാതിയോട് നോക്കിയാ അജാതിയോട് നോക്കാൻ ഞങ്ങൾ റെഡിയാ. ഇനി ആ നിലക്ക് ഏതിലക്കങ്ങൾ ഇവരെ അങ്ങനെ നോക്കാൻ റെഡിയാ. പക്ഷെ നിങ്ങള് നല്ല മാന്യമായ നിലക്ക് ആവണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആവർത്തിക്കാനുള്ളത്. പിന്നെന്താണ്, ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ഔലിയാക്കന്മാരോടോ ബഹുമാനമില്ല, സ്നേഹമില്ല എന്നാണ് വലിയ പരാതി. എന്നിട്ട് അതിനെന്താ പിന്നെ എം അക്ബർ സാഹിബിന്റെ ക്ലിപ്പ് ഇട്ടു. എന്താ, ഒരു അറബി, സാധാരണ അറബി പയ്യൻ എന്ന് പറഞ്ഞു. മൊയിലേമാർ എത്രയോ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടെടുക്കണ്, നമ്മളതിന് പലയിടത്തും മറുപടി പറഞ്ഞ നമ്മുടെ ആ പണ്ഡിതന്മാര്. പക്ഷെ എന്നാലും മുസ്ലിയാക്കന്മാർക്ക് ആൾക്കാരുടെ ഒരു 4 ആളെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും ലാഭമാണല്ലോ. ആ ഒരു മനസ്സമാനത്ത് നടക്കുകയാണ്, സാധുക്കളല്ലേ. അപ്പൊ ഏതായിരുന്നാലും ആ നിലക്ക് ഇയാള് ഇവിടെയും ശ്രമിച്ച ഒരു സംഗതിയാണ്. എം അക്ബർ സാഹിബ് പറഞ്ഞു, സംഗതി പൈൽ എന്താ ഉള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് ഒരു സാധാരണ കുട്ടികൾ വളർന്നു വരുന്ന പോലെ ആ നിലക്ക് വളർന്നു വന്നു. ഏതെങ്കിലും അധ്യാപന അരിയിൽ പോയി വിദ്യ നേടുകയോ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അമുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ്. എം അക്ബർ സാഹിബിന്റെ പ്രഭാഷണ പരിപാടിയെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതാണ് സംഗതി. അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാനോ അനാദരിക്കാനോ ആണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്നതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഒരു ഉറുദു കവിത പാടിയിട്ട് വിശദീകരിക്കാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നീ 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 ഞങ്ങൾ മറഞ്ഞു പോയിട്ടില്ല, നീ ഞങ്ങൾ മറഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് ഇവർ പറയാണ്, നീ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ കോപിക്കും. എന്നിട്ടും ഇവർ പറയുന്ന പിന്നെ അവിടെ നിർത്തണ്ടേ, ഇവർ എന്നിട്ടും നിർത്തണില്ല. നീ നീ മറഞ്ഞു പോയിട്ടില്ല, നീ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് കേട്ടാളി, നേരെ കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റിദാ ഖാൻ തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന്, ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട്. തു സിന്ദാ ഹെ വല്ലാ, तू जिंदा है वल्लाह, मेरे चश्मे आलम से छुप जाने वाले. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല. എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആ ലോകത്തേക്കെല്ലാമുള്ള ഒരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ബുസൂരി ഫൗണ്ടേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത്. തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ള ഒരു അനുഭൂതി അല്ല, ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭൂതി കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാ. അപ്പോ എന്താണ്, നീ 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 ആര്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ മോൻ. ഞാൻ ചോദിക്കട്ടെ, മൂപ്പര് അല്ലെങ്കിൽ വേറെ ഏതേ മുസ്ലിയാക്കന്മാര്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും സ്വന്തം പിതാവിനെ കണ്ട, പിതാവേ നീ എവിടുന്നാ വരുന്നത് ചോദിക്കോ? നീ പിന്നെ നീ എവിടുന്നാ വരുന്നത്, നീ എവിടുന്നാ വരുന്നത് ചോദിക്കോ? ബഹുമാനം കുറവല്ലേ അങ്ങനെ പറഞ്ഞാല്, അതിന്റെ അർത്ഥമല്ലേ? പക്ഷെ ഇയാൾ പറഞ്ഞോ, നീ 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 അങ്ങനെ പറഞ്ഞ നമ്മൾ കോപിക്കും. എന്നാലും പറയണേ, എന്നാലും നിർത്തണ്ടേ. അപ്പൊ അത് ആദരവ് കുറക്കാനല്ല എന്ന് പറഞ്ഞ പ്രശ്നം തീരേണ്ടതാണ്. പക്ഷെ എം അക്ബർ സാഹിബിന് പിന്നെ നിങ്ങൾ പിടികൂടാൻ പാടില്ല. അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വെക്കാലോ, അത് നിങ്ങൾ ആലോചിക്കുക. ഇതിപ്പോ വേണമെങ്കിൽ പൊതുവെ നമുക്ക് പറയാം, രണ്ടാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനം കുറക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ ഖലാസ് സംഗതി തീർന്നല്ലോ. പക്ഷെ അവിടേക്കല്ല, നിങ്ങൾ ആൾക്കാരുടെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്, അതുകൊണ്ടേ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയൂല എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നില്ല ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ പേര് പരാതി. ഞങ്ങളോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയമുള്ളവരെ, എത്രത്തോളം സ്നേഹിക്കണമെന്നോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്.
ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും വിശ്വാസിയാവില്ല ഏതുവരെയെന്നോ തന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാനാവണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതുവരെ അവൻ വിശ്വാസിയല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഇണതുണകളെക്കാൾ, എല്ലാ സഹോദരങ്ങളെക്കാളും, എല്ലാ മനുഷ്യരെക്കാളും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. അതിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെന്താ പ്രശ്നം? എന്നാ പിന്നെ അത്ര സ്നേഹം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കണ്ടേ? അങ്ങനെ ആഘോഷിക്കണം. അവിടെയാണ് പ്രശ്നം. അപ്പൊ സ്നേഹമില്ല നിങ്ങൾ പറയരുത്, ബഹുമാനമില്ല നിങ്ങൾ പറയരുത്. നബിദിനാഘോഷം നടത്തുന്നില്ല പറഞ്ഞോളി, അത് പറഞ്ഞോളി. ബഹുമാനുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, നബിദിനാഘോഷം നടത്തുന്നില്ല. എന്തുകൊണ്ട്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷിക്കാറില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനാഘോഷം ഞങ്ങൾ ആഘോഷിക്കാറില്ല, അത് നടത്താറില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? ആഘോഷിക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടാകും. കേൾക്കണോ? നിങ്ങൾക്ക് പേരോട് പറയുന്നു. മൂവർ പറയാണ്, മുജാഹിദികൾ പറഞ്ഞെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു നേതാവ് പറയോ എന്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കണമെന്ന്? സ്വന്തം ജന്മദിനം ആഘോഷിക്കണം പറഞ്ഞ പിന്നെ അയാൾ നേതാവോ? പൊങ്ങച്ചക്കാരനല്ലേ ആവുക? അതാ പേരോട് കേട്ടളി. മൗലവിമാര് പറഞ്ഞെന്താ? മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട. എന്താ ജന്മദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് പറയും എന്റെ ജന്മദിനം ആഘോഷിക്കണോ? എന്റെ ജന്മദിനം ആഘോഷിക്കണോന്ന് പറഞ്ഞാൽ അവൻ അയാൾ നേതാവ്. അയാളിന്റെ ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവുക? അതുപോലെ ഞാൻ പറഞ്ഞ നേതാവ് ഉണ്ടാവും. എന്താ എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നാ പേരോട് പറഞ്ഞത്. പറഞ്ഞാ നബി പൊങ്ങച്ചക്കാരനാവൂലേ? അപ്പൊ എന്ത് മനസ്സിലായി? ഇവർ ഉദ്ധരിക്കുന്ന ഒരു തെളിവും അതിന് തെളിവല്ല. റബീഉൽ അവ്വൽ വരാൻ പോവാണല്ലോ, ഒന്ന് അഡ്വാൻസ് ആയി മനസ്സിലാക്കിയാളി. ഇവർ ഉദ്ധരിക്കുന്ന ഏത് തെളിവുണ്ടോ അതൊന്നും ഇതിന് തെളിവല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ്? സ്വന്തം ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരനാവൂലേ എന്നാണ്. ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ ആവൂല. പറഞ്ഞുതരാം എങ്ങനെ. നമ്മള് റസൂലുള്ളാഹിയുടെ പേരിൽ അവരുടെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. മുജാഹിദീങ്ങൾ ചൊല്ലുന്നു, നമ്മുടെ അലവി സഖാഫിന്റെ ടീം, ആ സഖാഫിന്റെ ടീമും ചൊല്ലുന്നു, നമ്മളെല്ലാവരും ചൊല്ലുന്നതാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ അനുഗ്രഹം ചെയ്യണം അല്ലാ, അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ. ഇതാരാ നമുക്ക് പഠിപ്പിച്ചെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മൗലിദ് സ്വന്തം പേരിൽ സ്വലാത്ത് ചൊല്ലണം, അത് കുടുംബത്തിന്റെ പേരിൽ. വല്ലാത്ത പൊങ്ങച്ചൻ തന്നെ അല്ലേ? അല്ല, അത് വഹയ്യാ, അള്ളാന്റെ അടുക്കുന്നുള്ള വഹയ്യാ. നബിയെ പറഞ്ഞു കൊടുക്കണം. നിങ്ങള് എന്ത് പറഞ്ഞു കൊടുക്കണം? നിങ്ങള് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ പേരിലാന്നുള്ളത് പറയാക്കരുത്, പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ദീനുൽ ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സ്വന്തം പേരിലുള്ള സ്വലാത്ത് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മദിനം ഉണ്ടെങ്കിൽ പഠിപ്പിക്കുമായിരുന്നില്ലേ? പഠിപ്പിച്ചിട്ടില്ല. ഇല്ല എന്ന് പേരോട് വരെ സമ്മതിച്ചതല്ലേ? ഇനി കേൾക്കണോ സ്വലാത്തിനെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിച്ചത്? മൻ സ്വല്ലാ അലയ്യ വാഹിദാ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ മേൽ ഒരൊറ്റ വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ, ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹുവിന് അതുകൊണ്ട് 10 അനുഗ്രഹം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. പിശുക്കൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ
അള്ളാന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ, സ്വലാത്ത് ഇസ്ലാമിലുണ്ട്. റസൂലുള്ളാന്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലെ സ്വലാത്ത് ഇസ്ലാമിലുണ്ട്. പക്ഷേ അത് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസം വന്നാ നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹാബത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങള് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ 100 വട്ടം തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഇല്ലല്ലോ. അതല്ലേ തഴവ പറഞ്ഞത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്ക എന്ന് പറയുന്ന ഏർപ്പാട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല. ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്. ആരാ പാടിയത്? തഴവ. ആ തഴവ അതിന്റെ ശേഷം അപ്പുറപ്പുറമൊക്കെ മൗലിദിന്റെ പോലീശ പറഞ്ഞു. ഞാൻ അതുമായിട്ട് വരണ്ട, മൗലിദ് കഴിക്കണം എന്നാ തഴവ പറഞ്ഞു. മുളഫർ രാജാവിന്റെ കാലത്തുണ്ടായ മൗലിദിന്റെ പോരിശ പറഞ്ഞ ആളാണ് തഴവ. പക്ഷെ സമ്മതിച്ചു, റസൂലുള്ളാഹിയുടെ കാലത്ത് ഇതില്ല, സഹാബത്തിന്റെ കാലത്ത് ഇതില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഓ, റസൂലുള്ളാഹിലേക്ക് എത്തുന്ന പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് എന്നും പറയും. അതൊക്കെ തെറ്റായ സനദ് ഉണ്ടാക്കല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പാരമ്പര്യം ഇവർക്കുണ്ടോ? ഇല്ല. കാരണം വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, സുയൂത്തി പറഞ്ഞ മറക്കണ്ട, സഹാബത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവർ ഈ ചെയ്യുന്ന ഇസ്തിഗാസ സഹാബത്ത് ചെയ്തിട്ടില്ല. ഇനി റബീഉൽ അവ്വൽ ആഘോഷമോ അതും സഹാബത്ത് ചെയ്തിട്ടില്ല. എന്നിട്ട് വലിയ പരമ്പര ഒക്കെ പറയും. അത് ശരിയല്ല. ഇനിയോ അങ്ങനെ പരമ്പര സനത് ഓരോരുത്തർക്കും പലതും എഴുതിണ്ടാക്കിയിട്ടില്ലേ? പലതും എഴുതിണ്ടാക്കിയിട്ടുണ്ട്. പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആരാണ്? അലവി സഖാഫിക്ക് ചീട്ട് കൊടുക്കുന്ന വലിയ മുസ്ലിയാർ. ആ മുസ്ലിയാർ പറയുകയാണ്, ഈ കക്കാട് വൈസിന്റെ ത്വരീഖത്തുണ്ടല്ലോ, ആ ത്വരീഖത്തിനെ വിമർശിച്ചുകൊണ്ട് പൊന്മള പറയുന്ന ഒരു സംസാരമാണ് കേൾക്കാൻ പോകുന്നത്. മൂപ്പര് പറയാണ്, ഈ ശൈഖിന് പരമ്പര ഇല്ല, പിന്നെ ഇവർ എഴുതിണ്ടാക്കിയില്ല. അങ്ങനെ ആർക്കും എഴുതിണ്ടാക്കാലോ, അവർക്കുണ്ടാക്കാലോ. കേട്ടാളേ, അത് ഇവിടെ കൊണ്ടുവന്ന കക്കാട് മുഹമ്മദ് ഫൈസിയും അദ്ദേഹത്തിന് അത് കൊടുത്ത അയാളുടെ ശൈഖും ആ ശൈഖിന്റെ ശൈഖും വരെ ഇത് പോകുന്നുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സനത് വരെ എഴുതിണ്ടാക്കിയിട്ടുണ്ട്. സനത് ഇപ്പൊ എത്രയും ആൾക്ക് എഴുതിണ്ടാക്കാലോ? അതെ, ആർക്കും ഉണ്ടാക്കാം. അപ്പൊ എന്താണ് വിഷയത്തിൽ ആ പാരമ്പര്യം ഉണ്ടോന്ന് അവർ ചോദിക്കണ്ടേ? ദസൂഖി ത്വരീഖത്ത് പാരമ്പര്യം ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്, അല്ലേ? ആര്? പൊന്മള പറഞ്ഞത്. എന്നാല് ആ നിലക്കുള്ള പാരമ്പര്യം, ആദർശപരമായ പാരമ്പര്യം മൗലിദാഘോഷത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടോ? ഈ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയുടെ വിഷയത്തിലുണ്ടോ? നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന വിഷയത്തിലുണ്ടോ? അതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെ പത്തപ്പിയ സഖാഫിക്കുണ്ട് ഒരു വർത്താനം. മൂപ്പര് പറയാണ്, ഒരാൾ മുജാഹിദായി കഴിഞ്ഞാൽ ഫുള്ള് വരവാ, സുന്നിയായ ഫുള്ള് ചെലവാ. എന്ത്? റബീഉൽ അവ്വൽ ചെലവ്, റബീഉൽ ആഖിർ ചെലവ്, ഫുള്ള് ചെലവാണ്. മുജാഹിദായി കഴിഞ്ഞാൽ ഫുള്ള് വരവാണ്. നമ്മൾ പരിശോധിക്കുക ആദ്യം. അപ്പോ ശേഷം അതിന് മറുപടി നമ്മളെ അലവി സഖാഫി തന്നെ പറയും. ആദ്യം പത്തപ്പിരിയ ഒന്ന് പറഞ്ഞോട്ടെ. ജമാഅത്തൊക്കെ കഴിഞ്ഞാൽ എല്ലാം പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരും, സുന്നിയായാൽ എല്ലാം ചെലവ് അങ്ങോട്ട് പോകും. രണ്ടും തമ്മിൽ വ്യത്യാസം. എന്ത്? സുന്നിയായി കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ പിരിവ്, പള്ളിയിൽ നിന്ന് പിരിവ് കൊടുക്കണം മൗലൂദിന്റെ. റബീഉൽ ആഖിറിന് വരും ഖുതുബിയ്യത്തിന്, പിന്നെ വരും റിഫായി ശൈഖിന്റെ ആണ്ടിന്, പിന്നെ മമ്പറം തങ്ങളുടെ ഖത്തത്തിന്, പിന്നെ ഓമാൻ ശ്രോതാക്കളുടെ നേർച്ചക്ക്, പിന്നെ വാപ്പ മരിച്ചാലടക്കം ഖുർആൻ ഓതാൻ വിളിക്കുമ്പോ മുത്തലിമീങ്ങൾക്ക് സംതിങ് ചെലവാണ്, പിന്നെ വല്ലാതെ തൽഖീൻ കൊടുക്കേണ്ടതാണ്, പിന്നെ 3 കറി വെക്കേണ്ടതാണ്, 7 ദിക്ർ നടത്തേണ്ടതാണ്, 40 ഭക്ഷണം ചെലവ് തന്നെയാണ്. ആ വാപ്പ മരിച്ച വർഷം തിരിച്ചു വരുമ്പോൾ ഒരു അനുസ്മരണം അതും മുടക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വരവുക്ക ഇല്ലക്ക ചെലവുക്ക പത്തുക്ക അല്ല, വരവും ചെലവാ. എന്നാ ഞാൻ വരവും ചെലവും നമ്മൾ അലവി സഖാഫി അവതരിപ്പിക്കാൻ പോവാണ്. എങ്ങനെ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതോ പണ്ഡിതൻ പ്രസംഗിച്ച് ഇവർക്ക് എന്തിനു അൽഫാത്തിഹ, മരിച്ചോടത്ത് അൽഫാത്തിഹ, മയ്യത്തെടുക്കും അൽഫാത്തിഹ, കല്യാണത്തിന് അൽഫാത്തിഹ, അൽഫാത്തിഹക്ക് ഗാന്ധിത്തല എന്ന് ആരോ പറഞ്ഞ്. അതിന് ഇയാൾ മറുപടി അറിയാം,
അത് നിങ്ങൾ അസൂയപ്പെട്ടൊരു കാര്യമില്ല. ഉസ്താദുമാർക്ക് സുന്നി പണ്ഡിതന്മാർക്ക് 500,000 കൊടുക്കണ്ട, നിങ്ങൾ അസൂയപ്പെട്ടൊരു കാര്യമില്ല. അങ്ങനെ എങ്ങനെ പറഞ്ഞ് വരവ് കാ ചെലവ് കാ അവതരിപ്പിക്കാൻ കേട്ടോളിക്കാ. അങ്ങനെയല്ല, അങ്ങനെയല്ല. അവർക്ക് മരിച്ചിടത്ത് അൽഫാത്തിഹ, അൽഫാത്തിഹക്ക് ഗാദിത്തല. എന്താ പുതിയ പുതിയ ഹദീസുകൾ ഉളുപ്പുണ്ട് അവർക്ക് ഇത് പറയാൻ. പണ്ഡിതന്മാർക്കും ആലിമീങ്ങൾക്കും സഹോദരന്മാരെ 500 അല്ലെങ്കിൽ 1000 കിട്ടിയിട്ട് ഇവര് എന്ത് മച്ചി കാലോടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജനങ്ങൾക്ക് തോണ്ടത് തരാൻ പറ്റിയ സാധനമാണ് ഇത്. പൈസ കൊടുക്കേണ്ട സാധനമല്ല, ഇത് പൈസ വാങ്ങേണ്ട സാധനമാണ്. മുജാഹിദിനെ കണ്ടാൽ മനുഷ്യന് തിരിയാ. ആളുകൾ തരാത്തിരി ഞങ്ങളെ കുറ്റപ്പെടുത്തിയ എന്താ കാര്യം? പിന്നെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം തന്നെ എന്ത് പത്തപ്പിരിയം പറഞ്ഞ് വരവ് അങ്ങട്ടല്ല ഇങ്ങട്ടാന്നാ, നിങ്ങൾക്ക് ചെലവാന്നാ. ഇനി ആലോചിച്ച് നോക്കി നിങ്ങൾ നാടൻ മട്ടത്തില് പത്തപ്പിരിയപ്പ് എന്താ പറഞ്ഞത്? അവിടെ റബീഉൽ അവ്വലിന്റെ പിരിവ്, മറ്റേ പിരിവ് ഒക്കെ പിരിവ് അല്ലേ, ഒക്കെ പിരിവ്. അപ്പൊ പത്തപ്പിരിയം പറഞ്ഞ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു പരിധി വരെ ശരിയാ. കാരണം ഇതൊക്കെ സാധാരണക്കാട് വാങ്ങിയിട്ട് എങ്ങട്ടാ കൊടുക്കണേ ഈ മൗലവിമാർക്ക്? ഇത് നമ്മൾ വെറുതെ പറയല്ല. ഒന്ന് ഇയാള് പറഞ്ഞ അലവി സഖാഫി പറഞ്ഞ. രണ്ടാമത്തെ ഒരു സംഗതി ഫത്താവ മൊഹീസുന്ന എന്നും പറഞ്ഞിട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസിയാർ, അതായത് അലവി സഖാഫിക്ക് ചീട്ട് കൊടുക്കണ വേറെ മൊയിലിയാര്. ആ മൊയിലിയാർ പറയാണ്, കേട്ടോ, ഖബറിന്മേൽ പുര കെട്ടുന്നതിന് വിരോധമില്ല ശർവാനി. കത്തപ്പുരയിൽ ഓതുന്നവർ, കേട്ടോ, കത്തപ്പുരയിൽ ഓതുന്നവർ കൂലിക്കാരായതുകൊണ്ട് ജമാഅത്തിൽ സംബന്ധിക്കേണ്ടതില്ല. ജുമുഅ അവർക്കും നിർബന്ധമായതുകൊണ്ട് അതിൽ സംബന്ധിക്കേണ്ടതാണ്. അപ്പൊ കത്തപ്പുരക്ക് ഓതുന്നവര് കൂലിക്കാരാണ്, അതുകൊണ്ട് ജമാഅത്ത് പങ്കെടുക്കണ്ട. അപ്പൊ ഈ മൊയിലിയന്മാർ തലയെക്കെട്ട് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല, ഇതൊന്ന് ഷെറഹ് ചെയ്ത് പറയാണ്. ഈ ചെങ്ങള് തലയെക്കെട്ടും കെട്ടി ആ കോലത്ത് പോണ എന്തിനാ? ഓലെ കൂലിപ്പണിക്ക് പോവാനാണ്. നാളെ നേരമ്പോഴത്തെ പല പണിക്കും പോണ ആൾക്കാർ ഇവിടെ അല്ലേ? പല നേരത്തെ പേരോട് പറഞ്ഞാൽ പേര് കൈക്കോട്ടെടുത്ത് ഇറങ്ങേണ്ട ആൾക്കാരുണ്ട്, കോരിക്ക് ഇറങ്ങേണ്ട ആൾക്കാരുണ്ട്, പക്ഷെ പിക്കാസ് കൊണ്ട് വേറൊരു ആൾക്കാരുടെ സാധ്യത ഇല്ല. അങ്ങനെ പല ജാതി പോണ ആൾക്കാരുണ്ടാവും. ഈ പോണ ആൾക്കാര് എന്താണ്? അവനവന്റെ കുടുംബം പുലർത്താൻ കൂലിപ്പണിക്കാ. മൊയിലിയമാർ ഈ യൂണിഫോം നടക്കുന്നതോ ഓലെ കൂലിപ്പണിയാണെന്ന് ഇവര് തന്നെ എഴുതി. അതുകൊണ്ട് പറയൂ, പത്തപ്പിരിയ സഖാഫി, അലവി സഖാഫി, വരവ് കാ ഇല്ലക്ക എന്ന് പറഞ്ഞത് എവിടേക്കാണ്, ചെലവ് എങ്ങോട്ടാണ് എന്നത്? നിങ്ങളുടെ നബിദിനാഘോഷവും അതുപോലെ സംഗതിയൊക്കെ ഇതിനു വേണ്ടിയല്ലേ എന്നത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇനിയോ സക്കരിയ സ്വലാഹിന്റെ ക്ലിപ്പ് ഇട്ടാണ്ട് കുറെ ചീത്ത പറഞ്ഞു, കണ്ടോ മടവൂരികളെ, അതേപോലെ അങ്ങനെ എങ്ങനെ പലതും സക്കരിയ സ്വലാഹി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് രണ്ടൂട്ടർക്കും ആർക്കെങ്കിലും നിങ്ങൾ ഈ നാട്ടിലെ നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആൾക്കാർ ആലോചിച്ചോളി, ഈ സുന്നികൾക്കോ മുജാഹിദീക്കോ ചീത്ത വിളിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയണം എന്ന വാദമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഗണ്ണൻ പ്രസം കൊണ്ട് നടന്നിക്കണോ? ചീത്ത പറയാൻ തെളിവുണ്ട്? ഇല്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ഇനി ആരെങ്കിലും വാക്കിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണ്ടോ ഇതാണ് ഇവരെ ആശയം എന്ന് പറഞ്ഞാൽ ആദർശ പാപ്പരത്തിന്റെ പ്രതീകമല്ലേ അത്? ആലോചിക്കുക നിങ്ങൾ. ആദർശവുമായി മാറ്റുരക്കണം, അതാ ചെയ്യേണ്ടത്. അതിന് കഴിയാത്തത് കൊണ്ടുള്ള അവസാനത്തെ അടവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ നോക്കിയാൽ അങ്ങനെ നമുക്ക് നോക്കേണ്ടി വരും. 1 വെച്ചാൽ 10. ഓർത്തോ നിങ്ങള്. എന്താണെന്നറിയോ, നിങ്ങള് 989 ഭിന്നിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൂടെ ഈ സാധുക്കൾ പോയത് അടുത്ത കാലത്താ അല്ലേ? അതിനുശേഷമുണ്ടായ സംസാരങ്ങളും എഴുത്തുകളുമാണോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 1ന് 10 തിരിച്ചു പറയാൻ, തിരിച്ചു വായിക്കാൻ ഞങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? പിന്നെന്തിനാ കേൾപ്പിച്ചത്? അതുകൊണ്ട് ചില സാമ്പിളുകൾ ഇന്ന് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുകയാണ്. നമ്മുടെ വല്യോടും തുടങ്ങാൻ നമ്മളെ ഉള്ളാൾ തങ്ങള്, നമ്മളെ കഫറന്റെ ആളില്ലേ, മറക്കരുത്. മൂപ്പര് എന്ത് ചെയ്യാണ്? മറ്റേ വിഭാഗം, ഔദ്യോഗിക സംസ്ഥാന കോടതി പറഞ്ഞ ആ വിഭാഗത്തെ സംബന്ധിച്ച് എന്താ ചെയ്യുന്നത്? മൂപ്പര് പറയാണ് സുന്നല്ല ചുണ്ണിയാണ് എന്ന്. കേട്ടാളി, സൂക്ഷിച്ചോ. ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. എടാ, ഞങ്ങളാ ചുന്നി എന്ന് പറഞ്ഞ് നടക്കണ്ടടാ, പൊയ്ക്കോ, പുറത്തു പോ. നിങ്ങൾ ചുന്നിയല്ല, ഒന്നുമല്ല. സുല്ലാകണ്ടല്ലോ ഒരിക്കൽ. ആരുടെ സുല്ലിന് അങ്ങോട്ട് വന്ന്? അപ്പൊ എന്താ? സുന്നിയല്ല, ചുണ്ണി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ, ഇതില്ലേണ്ട അല്ല. ഇനി കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇടിപ്പിച്ചുകൊണ്ടിടുകയാണേ. നിങ്ങൾ എന്തിനാ മടവൂരിയാൾ ഇട്ടത്? കൂടുതൽ പുറത്തുപോയ ആൾക്കാർ നിങ്ങൾ എന്തിനാ ഇട്ടത്? അവരുടെ അബ്ദുസലാം സുലി പറഞ്ഞ എന്തിനാ നിങ്ങൾ ഇട്ടത്? ഞങ്ങൾ വേറെ, അത് വേറെ, നിങ്ങൾക്ക് അറിയാലോ എന്തിനാ ഇട്ടത്. ഇനി ഇതേ ഉള്ളാൾ തങ്ങൾ തന്നെ പറയാണ്,
ഖലീൽ തങ്ങൾ മുട്ടിപ്പടിയിൽ സ്വലാത്ത് തുടങ്ങി. അപ്പൊ നോക്കുമ്പോഴോ സ്കൂൾ കൊടുക്കൂല, സ്കൂളിന് അംഗീകാരം കൊടുക്കൂല. നിന്റെ ബാപ്പന്റെ താടാ സ്കൂള്? ഏയ് ഇവർ ചോദിക്കാണ്, കേട്ടാളെ അല്ലാഹു അക്ബർ. മലപ്പുറത്ത് എന്തായിരുന്നു മുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ആക്കി നിൽക്കും സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല, നിന്റെ മാപ്പന്റെ സ്കൂള് ഗവൺമെന്റ് നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. നിങ്ങളൊന്ന് നോക്കി, നിങ്ങളെ ബാപ്പന്റെതാടാ സ്കൂൾ വെച്ചാൽ അതിന് അല്ലാഹു അക്ബറേ നിർത്തി മൊയ്ലിയാരെന്നല്ല പറഞ്ഞേ. ആ കേട്ടില്ല നിങ്ങള്? മൊയ്ലിയാരെ നിർത്തി ബാപ്പാനെ പറലീന്നല്ല പറഞ്ഞേ. പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കോലല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുത്തൻ വേറൊരുത്തന്റെ ബാപ്പാനെ പറഞ്ഞ ഹുക്കുമെന്ന് അലവി സഖാഫി പറയണം ഇവിടെ. എന്നിട്ടോ അത് പറഞ്ഞിട്ട് അതിന് അല്ലാഹു അക്ബറോ? ഇവരെ ആശയത്തിന്റെ കോലെന്താ, ആദർശത്തിന്റെ കോലെന്താ? കഴിഞ്ഞില്ല. ഇനി ചീത്ത പറഞ്ഞ കേൾക്കണോ നിങ്ങൾക്ക്? സുലൈമാൻ സഖാഫി പറയുന്നു, കേൾക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പ്രതിഫലമില്ലാതെ പോയത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഫലമില്ലാതെ പോയത്? ഞങ്ങൾ കാഫറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും പ്രമാണബദ്ധമായി തെളിയിക്കുവാൻ മാത്രം ദൃഷ്ടബലമുള്ള ഏതെങ്കിലും മൗലവിമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അടുത്തു നടക്കാനിരിക്കുന്ന മുഖാമുഖങ്ങളിലേക്ക് അവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ദീനിന്റെ നിയമങ്ങൾ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് വിശദീകരിക്കുന്ന, അട്ടിമറിക്കുന്ന തോന്നിവാസത്തിനാണ് സഹോദരങ്ങളെ പൗരോഹിത്യം എന്ന് പറയുന്നത്. നിങ്ങൾ ദീനിന്റെ നിയമങ്ങൾ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് വിശദീകരിക്കുന്ന, അട്ടിമറിക്കുന്ന തോന്നിവാസത്തിനാണ് സഹോദരങ്ങളെ പൗരോഹിത്യം എന്ന് പറയുന്നത്. നിങ്ങൾ ദീനിന്റെ നിയമങ്ങൾ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് വിശദീകരിക്കുന്ന, അട്ടിമറിക്കുന്ന തോന്നിവാസത്തിനാണ് സഹോദരങ്ങളെ പൗരോഹിത്യം എന്ന് പറയുന്നത്. സുലൈമാൻ സഖാഫിയാണ്. അവാജാതൊക്കെ ഉണ്ടാവും. കളൊന്ന് നോക്കി പറയിപ്പിക്കണ്ട, പറയിപ്പിക്കണ്ട. നോക്ക്, ഈ ക്ലിപ്പൊക്കെ എന്നുണ്ട് ഞങ്ങളെ കയ്യില്. കഴിഞ്ഞ പ്രാവശ്യം അത് വിടട്ടോ. ഇനി എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇടിയിപ്പിച്ചാൽ വിടണം. കല്ലച്ചാലിൽ ഇനിയും കുറെ ചാല് പൂട്ടാണ്ടല്ലോ. വരിങ്ങള് അല്ല, നിങ്ങൾ മാനമര്യാദക്ക് പറയും. സംഘടിപ്പിച്ചോല് പറഞ്ഞാളി വലിയ അജാതി വേണ്ടട്ടോ, ആവശ്യത്തിന് നമുക്ക് തന്നെ കിട്ടിയിരിക്കണെന്ന് പറഞ്ഞാളി. എന്നാ നിങ്ങൾക്ക് നന്ന് ഇടക്ക് സൂചിപ്പിച്ചു മാത്രം. ഇനി സഹോദരങ്ങളെ, ഖബർ മുത്തുന്നൊരു വിഷയം പറഞ്ഞു. ഞാൻ ദീർഘമായി സംസാരിക്കല്ല. ഖബർ മുത്തുന്നൊരു വിഷയം പറഞ്ഞു. അതിലിവിടെ പൊന്മള പറഞ്ഞു ഖബർ മുത്തുന്നതിന് കുഴപ്പമില്ല. മഹാന്മാരെ ഖബർ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മുത്താം കുഴപ്പമില്ല. പേരോടോ മുമ്പ് പറഞ്ഞ് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ചുംബിക്കാൻ പാടില്ല. വിട്ടു നിന്നോ, മാറി നിന്നോ, അകന്നു നിന്നോ. ഏതാ സുന്നത്തമായത്, ഏതാ ദീന് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. മൊയ്ലിയാരോ മിണ്ടിയില്ല. കേൾക്കിങ്ങള്. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളിലെല്ലാം വന്നിട്ട് സാധാരണക്കാരായ ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ, അതല്ല ഇതുപോലെ ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന് മഹാന്മാരുടെ ഖബറുകൾ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതപോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടകരുത് എന്ന് ഈളാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈളാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. ഈ
തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ പൊന്മള പറയാ ഒരു കുഴപ്പമില്ല, പേരോട് പറയാ അതാണ് ബറക്കത്ത് ചെയ്തു പോണ്ട. പൊന്മള പറഞ്ഞത് മഹാന്മാരായ ആളുകളുടെ ഖബറിനാ. പേരോടോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനാ. റസൂലുള്ളാഹിനെ വലിയ മഹാമേറല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ ഇതിലേതാ സുന്നത്തമായ നിങ്ങൾ പറയണം. ഇനിയോ നിങ്ങൾ ആലോചിച്ചോ, റമദാൻ 27-ാം രാവിന് ജനങ്ങളെല്ലാം ഇവിടെ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ആള് അയാളതാ കൊണ്ടുപോകുന്നു മൈതാനിയിലേക്ക്. എന്താ തെളിവെന്ന് ചോദിക്കാറില്ലേ മുജാഹിദുകളല്ലാത്തവരും ചോദിക്കാറുണ്ടല്ലോ. അപ്പോ മുസ്ലിയാക്കന്മാർക്കൊരു മറുപടിയുണ്ട്. പേരോട് സക്കാഫിക്ക് പ്രത്യേകിച്ച് മറുപടി എന്താ? ഈത്തിക്കാഫ് ഇരിക്കുന്നോലെ ഖലീൽ തങ്ങൾ പാടത്തേക്ക് വിളിച്ചോ? ഈത്തിക്കാഫ് ഇരിക്കാത്തോലെ അല്ലേ വിളിച്ചത്? എന്നിട്ട് വല്ല കളർ പോസ്റ്റർ ഒട്ടിക്കുന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത്. അപ്പൊ ആ ലക്ഷങ്ങൾക്ക് പഠിച്ചോണ്ട് ഒപ്പിക്കൊണ്ട് ഈത്തിക്കാഫ് ഇല്ല. ശരി, ഒരു ദ്വാരക്കുന്ന സാസി പോയിക്കൂടാ, സ്വലാത്തിൽ സാസി പോയിക്കൂടാ? പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്നവരെ ഖലീൽ തങ്ങൾ മൈതാനിലേക്ക് വിളിച്ചിരുന്നോ? പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കാത്തവരല്ലേ വിളിച്ചത്? എന്നാ കേട്ടോളി, ഇത് നിങ്ങളെ രീസാല മാസാലല്ല, രീസാല. ഇത് പറയാണ് എന്ത് കേട്ടോ? ലൈലത്തുൽ ഖദർ എന്നും പറഞ്ഞ് മൊഴിയും പൊരുളും എന്നൊരു പങ്ക്തിയില് കോടമ്പുഴ ബാബ മുസ്ലിയാർ അയാൾ എഴുതുന്ന ലേഖനം വായിച്ചോ കേട്ടോ? സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല പ്രാധാന്യം പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിലിരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഖദറിന്റെ രാത്രി സമ്മേളനഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. ഈ കല്ലച്ചാല ഏതെങ്കിലും ജനങ്ങള് കഴിഞ്ഞ തവണ ഖലീൽ ബുഖാരിന്റെ സ്വലാത്ത് നഗറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ചെയ്തത് ഭംഗിയല്ല, പറയുന്നത് ഞങ്ങളല്ല, റിസാലയാണ്. ഇനിയും കേട്ടോളൂ, ഇതിൽ പറയുകയാണ് അത് നമ്മുടെ പൂർവീകരുടെ മാതൃകക്ക് നിരക്കുന്നതുമല്ല. പാരമ്പര്യം ഇല്ല. മുസ്ലിയാക്കന്മാർ എത്ര ന്യായീകരിച്ചാലും സ്വലാത്ത് നഗറിന് പാരമ്പര്യം ഇല്ല, പൂർവീകരുടെ മാതൃകക്ക് യോജിക്കുന്നതല്ല. ഇനിയും പറയുന്നു, ഓരോ സന്ദർഭത്തിലും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. അത് വിട്ട് ആവേശാധിക്യത്താൽ നാം പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. സ്വലാത്ത് നഗർ ശരിയല്ല, ഖലീൽ ബുഖാരി നടത്തുന്ന ഏർപ്പാട് ശരിയല്ല. ഞങ്ങളല്ല പറഞ്ഞത്, റിസാലയാ പറഞ്ഞത്, സ്വലാത്ത് നഗരെ സംബന്ധിച്ചാ പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കിക്കോ. പിടിക്കണുണ്ടല്ലോ, പിടിച്ചോ. മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇനി സഹോദരങ്ങളെ, ആ സ്വലാത്ത് നഗറിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ മുജാഹിദ് ബാരിഷിന്റെ ക്ലിപ്പ് ഇട്ടു. എന്താ? ഖലീൽ ബുഖാരിനെ കണ്ട അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലണം, പടച്ചോനോട് പിന്നെ അഊദ് ചൊല്ലണം, പടച്ചോനോട് അള്ളാഹിനോട് ശരണം തേടണം എന്ന് പറഞ്ഞു. ഖലീൽ ബുഖാരിനെ കണ്ടത് എന്താ ഉപരി ചെയ്യണത്? അവിടെ വലിയ സേവനങ്ങളല്ലേ. എന്നാല് നിങ്ങൾ സലാം സുല്ലമിന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ടാട്ടോ ഇടുന്നത്, തെറ്റിദ്ധരിക്കരുത്. എന്താണെന്നറിയോ? നമ്മളെ ഹസൻ സഖാഫി പൂക്കോട്ടൂർ പറയാണ് എന്ത്? ഇയാള് മുസ്ലിങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിനും അപമാനമാണ്. കേട്ടാളി. എന്നിട്ട് മഞ്ചേരി പാർലമെന്റില് ടി.കെ. ഹംസ ജയിച്ചപ്പോ ഇവര് പറഞ്ഞു, ശിഹാബ് തങ്ങൾ പാണക്കാട് നിന്ന് ഖലീൽ തങ്ങൾ മുട്ടിപ്പടിക്കരുന്ന് രണ്ടുപേരും ദുആട്ട് ആരംഭിച്ചു. ഒരാൾ തോന്നുന്നു മജീദിനെ തോൽപ്പിക്കണേ തോരുന്നു, ഒരാൾ മജീദിനെ ജയിപ്പിക്കണേ തോരുന്നു. ഖലീൽ തങ്ങൾ ദുആ അല്ലാഹു സ്വീകരിച്ചു, ശിഹാബ് തങ്ങൾ ദുആന്ന് അല്ലാഹു സ്വീകരിച്ചില്ല. അവസാനം അല്ലാഹു തആല പറയിപ്പിച്ചു, ഈ ഖലീൽ തങ്ങളെ മോചനത്തിനായി പ്രാർത്ഥിക്കണേ എന്ന് പറയിപ്പിച്ചു. അല്ലേ? എന്റെ ദുആക്ക് ഇജാബത്തിനെങ്കിൽ ജയിലിലേക്കൂടെ പോകുമ്പോ എന്നാ പറയാ, പിടിക്കല്ലേ റബ്ബെന്ന് പറഞ്ഞാ പോലെ. മാധ്യമത്തിൽ ഉറക്കത്തിലെ പിടിച്ചെടുത്തും കിട്ടുള്ളൂ, അതിന് മാത്രം ഉണ്ടത്. അള്ളാന്റെ ഔലിയാക്കന്മാരെ കൂടി വിമർശിക്കുന്ന ഈ ജാതി ആളുകള് റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്, സുന്നി സമൂഹത്തിന് അപമാനമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ആണോ? ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചോണ്ട് ഇതൊക്കെ എന്തിനാ വിടണം? നിങ്ങൾ ചിന്തിക്കും ചിലപ്പോ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കൊടുത്ത് പുറത്തുപോയ ആൾക്കാർ തിട്ട്? അതൊക്കെ ഇടുമ്പോ ആലോചിക്കേണ്ട, ഈ ജാതി അതിലേറെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് എന്നുള്ളത്. എനി കാണണം. ഇപ്പൊ ഈ അടുത്ത് മരിച്ച
പിന്നെ മാനു മുസ്ലിയാർ ആ സ്വലാത്ത് നഗറിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് വിശദീകരിക്കും. മൊബൈൽ ഫോണുള്ളൊരു തട്ടിപ്പ് ഒന്ന് കേട്ടാളി. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആൾ, അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു. നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആ ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണിങ്ങനെ ഇരിക്കും. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ വേണ്ട, തന്നെ മതി. അത്യാവശ്യം തന്നെ ഉണ്ട്. ഞാൻ എന്തിനാ കൂടുതൽ സംസാരിക്കണേ? എന്താണ് പറഞ്ഞത്? ഈ ജാതി സ്വലാത്തിന്റെ പേര് തട്ടിപ്പ് അവിടെ നടക്കണത്, മുട്ടിപ്പടി നടക്കണ പേരും തട്ടിപ്പാണ്. ആര്? ഇയാളെന്നെ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ സഹോദരന്മാർ, ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചോണ്ട് പറയാ. പിന്നെ വേറെ സംഗതി എന്താ, ഞങ്ങള് റസൂലുള്ളാഹി സമയം സാധാരണ മനുഷ്യൻ പറഞ്ഞു. സഹോദരന്മാരെ, ഞങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. സാധാരണ മനുഷ്യന്മാരിലേക്ക് പ്രവാചകൻ അള്ളാഹു നിയോഗിച്ചു. അപ്പൊ ആ നിലക്ക് പ്രവാചക സദാസമക്ക് വഹയുണ്ട്. ആ നിലക്ക് പ്രവാചക സദാസമയുടെ ഖുസൂസിയത്തുകൾ ധാരാളമുണ്ട്. അതിനെ നിഷേധിക്കുന്നില്ല. ആ നിലക്ക് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ പറഞ്ഞതോ, നിങ്ങൾ എഴുതിയതോ സിദ്ദീഖ് മൗലിദ്, സിദ്ദീഖ് മൗലിദ് കല്ലച്ചാല് ജനങ്ങൾ മറക്കാൻ പാടില്ല. സിദ്ദീഖ് മൗലിദ് ഇവിടുത്തെ വലിയൊരു വിഷയമാ. ഞാൻ പറഞ്ഞു, ഇവിടെ രണ്ടാമത്തെ തവണ ഞാൻ സംസാരിച്ച സന്ദർഭത്തിലാണ് തോന്നുന്നു, ഒരു സഹോദരൻ വന്നിട്ട് ഈ നിലക്കുണ്ടോ എന്നൊക്കെ സംഘാടകർ ആവശ്യപ്പെടുക. ആ നിലക്ക് ചെയ്തിട്ട് ഇല്ലെന്ന വിശ്വാസത്തോട് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് അലവി സഖാഫി ഇപ്പൊ ഈ കഴിഞ്ഞല്ല, അതിന് മുമ്പത്തെ തവണ വന്നപ്പോ അയാളോട് ചോദിച്ചു, ഇങ്ങനൊരു സംഗതി സിദ്ദീഖ് മൗലൂദ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, നമ്മൾ അംഗീകരിക്കുന്നതിൽ അതില്ല, നമ്മൾ അംഗീകരിക്കുന്ന മാലയിലോ കിതാബിലൊന്നും അതില്ല. കഴിഞ്ഞ തവണ ഞാൻ റഷീദ് സഖാഫി കുറ്റ്യാടി ക്ലിപ്പിട്ടു. അപ്പോഴോ അയാൾ പറയുന്നത്, എന്നിട്ട് പേരോണ്ട് ക്ലിപ്പിട്ടു അതിനെ എതിർക്കുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞ ന്യായീകരണം നല്ല രസകരമാണ്. ഇവർ പറയാണ്, കുറ്റ്യാടി സഖാഫി അത് അംഗീകരിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്തത്? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ യുക്തിപരമായി വിശദീകരിക്കുക, ന്യായീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്തിനാ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ പിന്നത്? ഞാൻ ഇന്നത് ആവർത്തിക്കുന്നില്ല. ദീർഘമായ ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ കാണാനുണ്ട് ഇന്നും. എന്താണെന്നറിയോ? അതിലയാൾ ബുഖാരി വെച്ചുകൊണ്ട് ആ സിദ്ദീഖ് മൗലിദിലെ കള്ളക്കഥ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറഞ്ഞു എന്ന് ധ്വനിപ്പിക്കുന്നു എന്ന് പേരോട് വരെ സമ്മതിച്ച ആ കള്ളക്കഥയ്ക്ക് വേണ്ടി ബുഖാരി വായിച്ച്, മുസ്ലിം വായിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഏതുപോലെ നിങ്ങൾ ഉന്തുർന ഓതുന്നത് പോലെ, അതേപോലെ ഇന്നമാ വലിക്കും ഓതുന്ന പോലെ, യാ മുഹമ്മദ് പറയുന്ന പോലെ, ആ തരത്തിലുള്ള ചില വാചകങ്ങൾ ഖുർആനിലെയും ഹദീസിലേക്ക് വാചകങ്ങൾ, ചിലത് സ്വഹീഹായ ഹദീസിന്റെ അല്ലാത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന പോലെ ബുഖാരിയിലും മുസ്ലിമിലും വന്ന സംഭവം വെച്ചുകൊണ്ട് കുറ്റ്യാടി സഖാഫി ന്യായീകരിച്ചു. അതിന് നിങ്ങൾ വേദിക്കെട്ടി കൊടുത്തു, ഇല്ലേ?
ഇവർ പറയും അംഗീകരിക്കുന്നില്ല. എങ്കിൽ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്നറിയോ? ചോദിച്ചിട്ടാണെന്നറിയോ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു അയാൾ ബുഖാരി വായിച്ചത്? എന്തിനാ മുസ്ലിം വായിച്ചത്? ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അഥവാ നമ്മുടെ ഇയാൾ പറയുന്ന ആര്, ഈ സഖാഫിയും അതുപോലെ പേരോടും പറയുന്ന രണ്ടാളും പറയുന്ന ഭാഗങ്ങൾ ഒന്നിച്ച് കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്താണ് ഭാഗ്യല്ല എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല ചോദിക്കട്ടെ, നിങ്ങൾ മറുപടി പറഞ്ഞ ഒരു സംഗതി എന്താ അറിയോ? ഇയാൾ എന്തേ പിന്നെ ബാക്കി വായിക്കാൻ? യാ മുഹമ്മദ് നബിയെ, അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. വലാകിൻ ലമ്മാ ഖാല സിദ്ദീഖ്, പക്ഷേ സിദ്ദീഖ് പറഞ്ഞപ്പോ എന്ത്? ഇന്നക തസ്തമഈന ബിഹി ഫീ ഹാദിഹിൽ ലൈല എന്ന് സിദ്ദീഖ് പറഞ്ഞപ്പോ ഇസ്തഹയല്ലാഹു മിൻഹു അൻ യജ്രിയ അലാ ലിസാനിഹിൽ കദിബ, സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നതിൽ അല്ലാഹ് ലജ്ജിച്ചു. ലിഅന്നഹു സിദ്ദീഖ്, കാരണം അദ്ദേഹം സത്യം മാത്രം പറയുന്ന ആളാണല്ലോ. എന്നാ വാചകമെന്തേ കുറ്റ്യാടി സഖാഫി വായിച്ചില്ല, അവിടെ നിർത്തിക്കളഞ്ഞത്? ഒന്ന്. ഇനി ബാക്കിയുള്ള നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനേക്കാൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല ഇവിടുത്തെ സംഭവം. എന്നിട്ട് ഇനി ബുഖാരിയും മുസ്ലിം വെച്ചുകൊണ്ട് ഇവർ ന്യായീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടതാ മുമ്പ് അല്ലേ? എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഇയാൾക്ക് യോജിപ്പില്ലെങ്കിൽ എന്തിന് ന്യായീകരിക്കണം? ഇയാൾ പറഞ്ഞ അവിടെ പറഞ്ഞതാണ് ശരി, ആ മാല തെറ്റാണെന്ന് പറയണ്ടേ? അതായിരുന്നില്ലേ പറയേണ്ടത്? പേരോട് മറുപടി പറഞ്ഞു കേട്ടാളി. പലരും കൊടുക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ കഴിയുമോ? ഇന്നൊരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ആ തെളിവാണ് പേരോട് ചോദിച്ച തെളിവ്. സമാനമാകുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംഭവം ഉദ്ധരിക്കുന്ന ലഭിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വമുണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിനൊരു സംഭവം നോക്കൂ നിങ്ങൾ. എന്താണ് സംഭവം? നമ്മൾ നേരത്തെ കേട്ടോണ്ട് ഒഴിവാക്കിയാണ് ആ സംഭവം എന്ന് പറഞ്ഞിട്ട് ബുഖാരിയിൽ മുസ്ലിം ഒന്നാം സംഭവം വായിക്കാം. പേരോട് പറയട്ടെ. നിങ്ങൾ ഓർക്കണം, ഈ സിദ്ദീഖ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണെന്ന് ഞങ്ങളെ ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വമുള്ള ആളായി എന്ന് വിവരമുള്ള ആളുകൾ പറയുമോ? ഇല്ല. എന്നാൽ അതേപോലെ തന്നെയാണ് നേരത്തെയുള്ള സംഭവം. എന്താ പറഞ്ഞത്? ആ ബുഖാരിയിലെ മുസ്ലിമിനെ സംഭവം വെച്ചു. എന്നിട്ട് പറയാണ് അതിന് സമാനായ സംഭവം അതേപോലെയാണ് ഇപ്പൊ ഈ സംഭവത്തിലുള്ളത്, എതിരല്ല അല്ലേ? ബുഖാരി വെച്ച് ദുർവ്യാഖ്യാനം ചെയ്തില്ലേ, കളവ് പറഞ്ഞില്ലേ? എന്നിട്ട് മുസ്ലിയാർ ഇവിടെ ന്യായീകരിച്ചു. റഷീദ് സഖാഫി കുറ്റ്യാടി അംഗീകരിക്കുന്നില്ല. ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് പിൻവലിക്ക്. ഇതുപോലെ മൊഹീദ്ദീൻ മാല പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. റിഫായി മാല പിൻവലിക്കണം, ഖുതുബിയത്ത് പിൻവലിക്കണം, മഞ്ഞക്കുളം മാല പിൻവലിക്കണം, ഓമാനൂർ ശോതാക്കളുടെ മാല പിൻവലിക്കണം. ആ ജാതി മാലകളൊക്കെ പിൻവലിക്ക്. മുജാഹിദിക്ക് പണി കുറഞ്ഞില്ലേ? ആൾക്കാർക്ക് സത്യം മനസ്സിലാവൂലേ? ആ തിരിമറി നടത്തുന്ന നിങ്ങൾ മൗലിദ് കിതാബുകളിൽ എന്തെല്ലാം തിരിമറികൾ നടത്തി കാണും? അതിനൊക്കെ ഞങ്ങൾ ഉത്തരവാദിയാണ്.
മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ യഥാർത്ഥമായ വിഷയം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് സംഗതിയുടെ വാദിയാണോ? വേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ തെറ്റ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ. സിദ്ദീഖ് മൗലിദി എന്ന പേരിൽ നിങ്ങൾ വലിയ ജോറായിട്ട് എടുത്തു കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൽ ഉള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടങ്ങ് പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വമുള്ള ആളായി എന്ന് വിവരമുള്ള ആളുകൾ പറയുമോ? ഇല്ല. എന്നാൽ അതേപോലെ തന്നെയാണ് നേരത്തെയുള്ള സംഭവം. ഉത്തരവാദികളല്ല. ഈ അച്ചടിച്ചു വരുന്ന ഈ മൗലിദ് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വമുള്ള ആളായി എന്ന് വിവരമുള്ള ആളുകൾ പറയുമോ? ഇല്ല. എന്നാൽ അതേപോലെ തന്നെയാണ് നേരത്തെയുള്ള സംഭവം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം വരുന്നത് അള്ളാഹ് രഞ്ജിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കളവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ധരിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ തോന്നിവാസം പറയേണ്ടതില്ല എന്ന് അവിതാ സംഗതി. പേരോട് വരെ അംഗീകരിക്കൂല, ഇയാൾ പറയും തെളിവെച്ചിട്ട് അംഗീകരിക്കുന്ന അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഈ നാട്ടുകാർക്ക് അതിനും മറുപടി കിട്ടാണ്ട് മറുപടി ഉണ്ട് എന്ന് പറഞ്ഞാ പോരാ, മറുപടി പറയണം കേട്ടോ. കല്ലച്ചാല് വെന്നുപോകാൻ പണില്ല, മറുപടി പറയണം കേട്ടോ. അതാ മനസ്സിലാക്കുന്നത്. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ പറഞ്ഞ സംഗതി അബ്ദുസ്സലാം സുല്ലമിന്റെ ക്ലിപ്പ് എന്താ? അതേപോലെ അബ്ദുസ്സലാം സുല്ലമി പിന്നെ ഈ ആലുവ സംവാദം ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു, മഞ്ചേശ്വരി സംവാദം ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയത്തിൽ ഇപ്പൊ കിടക്കണില്ല ഓല വർത്താനത്തേക്ക്, കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു സംഗതി ഞാൻ പറയട്ടെ, ഇങ്ങോട്ടൊന്ന് ആലോചിച്ചു, ഓര് പറഞ്ഞ് നമുക്കിതിന് തെളിവാക്കാൻ പറ്റുമോ തന്നെ? അപ്പോ ഞാൻ പറയല്ലോ, നിങ്ങൾക്ക് ഈ കൊട്ടപ്പുറം സംവാദത്തിൽ നിങ്ങൾ തോറ്റു എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലിപ്പോ ഈ ഖിലാഫില്ലാത്ത സംഗതി ആവുമല്ലോ. നിങ്ങൾ ചിലപ്പോ സമ്മതിക്കൂലാണ് വേറെ വിഷയം, ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ. അപ്പോ അങ്ങനെയുള്ള ആ സംഭവത്തിൽ ഞങ്ങൾ തോറ്റു എന്ന് സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആജാതി വർത്താനല്ല ഈ സംവാദങ്ങളെ കുറിച്ചും പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഒന്ന്. ഇനി നമ്മളപ്പുറത്ത് പോയ ആൾക്കാർ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ മഞ്ചേശ്വരം സംവാദത്തിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടു ഒന്നുകൂടി ഉറക്കുകയാണ്. എന്താ അറിയോ, ഞാൻ വായിച്ചരാ. കാരവൽ പത്രം എന്ന് പറയുന്ന പിന്നെ കണ്ണൂർ ജില്ലയിൽ ഇറങ്ങുന്ന ഒരു പ്രാദേശിക പത്രം. ആ പത്രത്തിൽ മഞ്ചേശ്വരം സംവാദത്തെ സംബന്ധിച്ച് കണ്ണൂർ അബ്ദുള്ള എന്ന് പറയുന്ന EK വിഭാഗം SOSന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഭാഗം, അതിന്റെ എഴുതിയ പ്രസക്ത ഭാഗം നിങ്ങൾ കേൾപ്പിക്കാം. എന്താണ്? മഞ്ചേശ്വരം സംവാദത്തിൽ സുന്നികൾ തോറ്റിട്ടില്ല. മുജാഹിദികൾ തോറ്റുന്ന അല്ല, കേട്ടോളി. എന്താണ്? ഫെബ്രുവരി 28 മഞ്ചേശ്വരത്ത് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആശയ വിശദീകരണ സംവാദത്തിൽ സുന്നികൾ പരാജയപ്പെട്ടു എന്ന മുജാഹിദ് പക്ഷത്തിന്റെ വീമ്പ് പറച്ചിൽ ശുദ്ധ നുണയാണ്. നമുക്കെതിരല്ല പറഞ്ഞു കേട്ടോ, കേട്ടോളി ബാക്കി. സംവാദം TV ചാനലുകളിലൂടെ കണ്ട ഞങ്ങൾക്ക് മനസ്സിലായത് ചില സഖാഫി കുട്ടികൾക്ക് സംവാദത്തിൽ ചെറിയൊരു ഇടർച്ച വന്നുപോയോ എന്ന സംശയമാണ്. ആ സഖാഫി കുട്ടികള് വലിയ കുട്ടി പേരോട്, അതിന് താഴെയുള്ള കുട്ടി അലവി സഖാഫി. ഈ കുട്ടികൾക്ക് അവർക്ക് ചില ഇടർച്ച വന്നുപോയി എന്ന സംശയമാണ്. ഒരൽപ്പം പതറൽ വിഘടിതരായ ചിലർക്ക് വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് സുന്നികളുടെ പരാജയമായി കാണാൻ കഴിയില്ല. സുന്നികളുടെ പരാജയമല്ല, ഓല പരാജയമാണ്. കഴിഞ്ഞില്ല. ഇനിയും കേട്ടോ, മറിച്ച് സംവാദത്തിൽ പങ്കെടുത്ത ഒരു കൂട്ടം വിഘടിതർക്ക് വന്നുപെട്ട പരാജയമാണ്. കാരണം ഇവരൊന്നും യഥാർത്ഥ സുന്നികളല്ല. അല്ലയോ അലവി സഖാഫി, ചോദിക്കട്ടെ,
നിങ്ങൾ അബ്ദുസലാം സുല്ലമി എഴുതി ഞങ്ങൾക്കെതിരെ വായിച്ചുവല്ലേ? അബ്ദുസലാം സുല്ലമി എഴുതി പ്രസംഗിച്ച് സംസാരിച്ചത് ഞങ്ങൾക്കെതിരെ ക്ലിപ്പിട്ടുവല്ലേ? എങ്കിൽ പിടിച്ചോ, നിങ്ങൾ പങ്കെടുത്ത മഞ്ചേശ്വരം സംവാദത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് EK വിഭാഗം നേതാവാ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, കാരണം ഇവരൊന്നും യഥാർത്ഥ സുന്നികളല്ല. അലവി സഖാഫി യഥാർത്ഥ സുന്നിയല്ല, പേരോട് സഖാഫി യഥാർത്ഥ സുന്നിയല്ല. ഇനിയോ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് അണികളെ റിക്രൂട്ട് ചെയ്തു കൊടുക്കുന്ന ഏജൻസികളാണ്. അലവി സഖാഫി എന്ന് പറഞ്ഞാല്, പേരോട് സഖാഫി എന്ന് പറഞ്ഞാല് മുജാഹിദീങ്ങളെ ഇല്ലാത്തോട്ട് റിക്രൂട്ട് ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഈ കല്ലച്ചാലിൽ ഒരുപക്ഷെ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സംഭവിക്കാനിരിക്കുന്നു അത് തന്നെ. കാരണം നിങ്ങൾ ഇവിടെ മറുപടി വെക്കണം, ഞങ്ങളും തിരിച്ച് വിശദീകരിക്കാം, ആളുകൾക്ക് അങ്ങ് ബോധ്യമാകട്ടെ. സഹാബത്താരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്തിഗാസ ചെയ്തിട്ടില്ലെന്ന് കല്ലച്ചാൽ ജനങ്ങൾ കേൾക്കട്ടെ, സുയൂത്തി പറഞ്ഞത് അറിയട്ടെ. നിങ്ങളോ, നിങ്ങൾ ഇങ്ങനെ കവിതയും പാടി നടക്കുക, അള്ളാനെ പോലെ കാണുമെന്ന് കേൾക്കുമെന്ന വിശ്വാസം ഇബ്നു ജർനോ അബൂ ഹനീഫത്തൽ കൂഫിക്കോ അതുപോലുള്ള ആളുകൾക്കോ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തെളിയിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എനിക്ക് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ടോ മുജാഹിദീങ്ങളെ ഉണ്ടാക്കുന്നവരാണിവര്. എന്നിട്ടോ മുജാഹിദിന് ഒരു ശാഖ പോലും ഇല്ലാത്ത ജില്ലയിലെ പല സ്ഥലങ്ങളിലും യൂണിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അത് ഇവരാണെന്നാ പറയുന്നത്. ജില്ലയിലാണ് ഇയാൾ കണ്ണൂർ ജില്ലക്കാരനാണ്. കണ്ണൂർ ജില്ലയിൽ പലയിടത്തും ഈ മുജാഹിദുകൾക്ക് ശാഖയില്ലാത്തയിടത്ത് ഉണ്ടാക്കാൻ സഹായിച്ചത് പേരോടാണ്, അതുപോലെ ആളുകളാണ്. ശരിക്കും പഠിച്ചു വരാതെ സംവാദത്തിന് വെല്ലുവിളിച്ചെടുത്തു ചാടിയതിനാലാണ് മഞ്ചേശ്വരത്ത് മുട്ടുമടക്കേണ്ടി വന്നത്. മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. സലാം സുല്ലമിന്റെ ഇടുമ്പോ ആലോചിക്കണം കേട്ടോ, മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ? ശരിക്കും ഓതി പഠിക്കാത്തത് കൊണ്ടാണ്. ഇനിയും പറയുന്നു, കിതാബ് ഓതി പഠിക്കേണ്ട സമയത്ത് ചുമരെഴുത്തും നോട്ടീസ് പതിക്കുന്നതിനും റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതിനും നുണപ്രസംഗം നടത്തുന്നതിനും സമയം കണ്ടെത്തി സുന്നികൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് സംവാദത്തിൽ വന്നാൽ പരാജയമല്ലാതെ മറ്റെന്തു സംഭവിക്കാൻ? അപ്പൊ എന്താ അവർക്കുള്ളത്? ഒന്നുകൂടി കേട്ടോ, എന്താ ഈ പറഞ്ഞത്? ഈ ഓതി പഠിക്കേണ്ട സമയത്ത് ചുമരെഴുത്തിനും നോട്ടീസ് പതിക്കുന്നതിനും റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതിനും നുണപ്രസംഗം നടത്തുന്നതിനും, അതേ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പോലും തിരിമറി നടത്തിക്കൊണ്ട്, റാസിയുടെ തഫ്സീറിൽ തിരിമറി നടത്തിക്കൊണ്ട് അങ്ങനെ നുണപ്രസംഗം നടത്തുന്നവരില്ലേ? അലവി സഖാഫിയെ പോൽ ആളുകളില്ലേ? ഇയാൾ പറയുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനിയും പറയുന്നു, മഞ്ചേശ്വരത്ത് വിഘടിത സഖാഫികൾക്ക് തളർച്ച വന്നുകൂടായിരുന്നു. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സുന്നികൾക്ക് ബാധകവുമല്ല. തളർച്ച വന്നത് ഒരു തരം മുഖം കെടലാണ്. അതവർ ആഭ്യന്തര പ്രശ്നമാണ്, മുഖം കെടലുള്ളത്, ഞാൻ കിടക്കല്ല. അപ്പോ അതാണ് എന്ന് പറയുന്നു. ഇനി കുറെ പറയുന്നുണ്ട്. ശരിക്കും ഓതിപ്പടിക്കാതെ സംവാദത്തിൽ ഏർപ്പെട്ട് ഇത്തരം ഈ സംവാദത്തിൽ ഏർപ്പെട്ട് ഉത്തരം മുട്ടി പുറത്തിറങ്ങുന്നവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചത് പ്രകാരം എഴുന്നള്ളിപ്പും അവസാനം ഷോൾ അണിയിക്കലും കണ്ടപ്പോൾ തന്നെ സുന്നികളായ ഞങ്ങൾക്കും കാര്യം പിടികിട്ടിയിരുന്നു. സംവാദം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഷോൾ അണിയിക്കല്, സ്വീകരണം, ഇത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി സംഗതി ഓൽക്ക് പിടുത്തം വിട്ടിക്കട്. എന്നിട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംവാദത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടത്തി പരിചയമുള്ള കൂക്കലും സഭ കയ്യേറലും മഞ്ചേശ്വരത്തെ സംഘാടക ഇടപെടൽ മൂലം നടത്താൻ കഴിയാത്തതിന്റെ ജാള്യത മറച്ചുവെക്കാനാണെന്ന് ഇത് വേണമായിരുന്നോ എന്നും പറഞ്ഞിട്ട് ഇയാൾ വിശദീകരിക്കുകയാണ്.
അപ്പോ സമ്പാദത്തിലെ വന്ന ജാള്യത മറച്ചു വെക്കാനും അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂവലും സ്റ്റേജ് കയ്യേറലും, അതേ കൊട്ടപ്പുറത്ത് 4 ദിവസം നിശ്ചയിച്ച സംവാദം 3 ദിവസമായില്ലേ ഇവരുടെ കയ്യേറ്റം കൊണ്ട്. ഇടമുട്ടത്ത് വൈകുന്നേരം വരെ ഉള്ളത് ഉച്ച കൊണ്ട് അവസാനിപ്പിച്ചില്ലേ ഇവരുടെ കയ്യേറ്റം കൊണ്ട്. അതേപോലെ കുന്നത്തേരിയിൽ വൈകുന്നേരം വരെയുള്ളത് ഉച്ച കൊണ്ട് അവസാനിപ്പിച്ചില്ലേ. അതെ, അതാണ് കണ്ണൂർ അബ്ദുള്ള എന്ന് പറയുന്ന ആള് എഴുതിയത്. ഇനിയും കേട്ടോ, ഇതിന്റെ പേരിൽ ഒരൊറ്റ മുജാഹിദുകാരന്റെ ആശയം മാറ്റിമറിക്കാൻ സാധിച്ചോ? ഇല്ലാന്നർത്ഥം. മറിച്ച് 10 സുന്നികളുടെ ആശയ വ്യതിയാനത്തിനുള്ള അവസരമല്ലേ ഉണ്ടായത്. ഇനിയും ചിന്തിക്കുക, ഈ അപഹാസ്യത ഇനി വേണോ? ഞങ്ങളെ കൊണ്ട് ഈ ജാതി വായിപ്പിക്കണോ എന്നും കൂടെ കൂട്ടി മനസ്സിലാക്കിയാളി. അപ്പൊ സലാസുല്ലമിന്റെ ക്ലിപ്പ്, സലാസുല്ലം അതേറ്റ് വരണ്ട, വന്നാ ഞാൻ 1-10 മറക്കണ്ട. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ അതിന്റെ സ്ഥിതി നമ്മൾ അവസാനിപ്പിക്കാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഈ സലാസുലമിന്റെ ഒക്കെ ക്ലിപ്പ് ഇടാണെങ്കിൽ ഇവരെ പറ്റി എന്തൊക്കെ പറയാ? നിങ്ങൾ കേൾക്കുക. നമ്മളെ കാസിമി പറഞ്ഞു, പക്ഷെ ഈ നാട്ടുകാരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കാസിമി ഇവരെ പറ്റി ഇവിടെ മുമ്പ് പറഞ്ഞു മുജാഹിദുകളാണ്, കാന്തപുര സുന്നികളാണ് മുജാഹിദുകൾ വലിയ ശത്രുക്കളെന്ന് മുജാഹിദ് വായിച്ച് പറഞ്ഞു ക്ലിപ്പ് ഇട്ടു. അതിന്റെ കാരണമൊക്കെ ഒന്ന് ആലോചിച്ചാളി. ഏതായാലും കാസിമി ഇവരെ സ്വഭാവം പറയാൻ കേട്ടാളി. 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ദിവസം ഭീഷണിപ്പെടുത്താൻ. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും, ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യൻ, നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട്, വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഒരു ഫോണ്, അപ്പൊ 04992 ഞാൻ ഇവിടെ വയനാടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണെന്നാണ് വിളിക്കുന്നത്. ലാൻഡ് ഫോണിന് വിളിക്കാണ്. ഇതാ ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കാം, ഞങ്ങൾ കാണിച്ചു, അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാം. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. ഇതാ 04992 ഇന്ന നമ്പർ ഉണ്ട്, ഉടനെ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ച് നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുലെ, എവിടെ ഫറോക്ക് കോടമ്പുഴ ഏപ്പിക്കാരൻ നടത്തുന്ന ബൂത്തുന്ന. നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാരെ? എന്താ ഈ മനുഷ്യന്മാർ തലയെ കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം. എന്തേ മനുഷ്യന്മാരെ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ ഇവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ. അല്ല, അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാണ്. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീനുണ്ടാവും തോന്നുന്നുണ്ട്. തലയെക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത. എന്താ ഇവരെ വിചാരം? അല്ല, എന്താ ഇവരെ ഉദ്ദേശം? അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്റെ റഹ്മത്തുള്ളത് പറയുമ്പോൾ ഇവിടെ പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ. എന്റെ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ട് താത്ത വാദം ഇവിടെ നടക്കൂലെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഇവർക്കൊക്കെ പറ്റിയത് ഇങ്ങനെ പറഞ്ഞു നടന്നൂടെ? അതിന് ഇവര് കെട്ടിയോ? അപ്പൊ അങ്ങനെ പോവാണ് സഹോദരങ്ങളെ. ഈ ജാതികൾ പറയിപ്പിക്കരുത്. ഇനി പറയിപ്പിച്ചോണ്ട് നമ്മൾ അവസാനിപ്പിക്കട്ടോ. പറയിപ്പിച്ചോ ഒന്നും കൂടെ വേറൊന്നും നിങ്ങൾ കാണുക. മോങ്ങത്തുകാരനായ ഒരു സഖാഫി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പറ്റി പറഞ്ഞത്
അബ്ദുൽ അസീസ് സഖാഫി എന്ന് പറഞ്ഞ ആള് പിന്നെ കാന്തപുരത്തെ പറ്റി പറഞ്ഞതൊന്ന് കേട്ടാളി. എന്താണ് അയാളെ പറ്റി വ്യക്തിപരമായി കുറെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ സലാസുല്ലമിൻ്റെതും അവരെഴുതിയതും അവർ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കെതിരെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണ് നിങ്ങളെപ്പുറത്തുള്ള നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ ഞങ്ങളെതിരെ ആളുകൾ അപ്പുറത്തുള്ളത് പറഞ്ഞിടുന്നത് ശരിയാണോ? അങ്ങനെ ഇട്ടാൽ ഈ ജാതി ഇടാണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടില്ല, നിങ്ങളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന് കേട്ടാളി. മുൻകാലങ്ങളിലൊക്കെ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, മുഅല്ലിമീങ്ങളൊക്കെ വല്ല വിഷയം കിതാബിയായി ചർച്ച ചെയ്യുമ്പോൾ ഫത്വൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ സ്ഥിരമായി വരുന്ന ഒരു പദമുണ്ട്, ഉമ്മുൽ വലദ്. വാക്കിനർത്ഥം കുട്ടിയുടെ ഉമ്മ എന്ന. ഏത് കുട്ടിന്റെ ഉമ്മ എന്ന് എല്ലാവർക്കും അറിയാം. സയ്യിദിനിക്ക് അടിമ പെണ്ണിൽ നിന്നും ഒരു കുട്ടിയുണ്ടായി. ആ സയ്യിദ് മരിക്കലോടുകൂടെ ഈ പെണ്ണ് സ്വതന്ത്രയായി തീരും. ഇങ്ങനെയുള്ള പെണ്ണിനാണ് കുട്ടിയുടെ ഉമ്മ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ചർച്ച അതല്ല. അബുൽ വലദ്, കുട്ടിയുടെ പിതാവ് ആരാണ്? ഏത് കുട്ടിന്റെ പിതാവ്, ആ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ സവിസ്തരം ഇവിടെ പല പ്രാവശ്യം നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ സർവണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അബുൽ വലദ് കുട്ടിയുടെ പിതാവിനെ പറ്റിയുള്ള ഈ ചർച്ച എങ്ങനെ വന്നു? അതിന് പ്രചോദനം 5 ഉണ്ട്. 4 ഞാൻ പറയാം. ഒന്ന്, കർക്കിടക മാസത്തിലുള്ള ഒഴിച്ചിലാണ്. കർക്കിടക മാസത്തിൽ തുടങ്ങി വരുന്ന ഒഴിച്ചില് വർഷക്കാലം തീരോടും വൃശ്ചിക മകരമാസത്തിൽ ഒരു ഒഴിച്ചിൽ നടത്തും. ഈ വർഷം എവിടുന്നാണ് ഒഴിച്ചിൽ നടത്തിയ എനിക്കറിയില്ല. അസംസാർക്ക് പ്രത്യേകിച്ച് അറിയാൻ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ പ്രചോദനം, ശരീഅത്ത് കോളേജിന്റെ പിൻഭാഗത്തുള്ള നാടൻ കോഴികളുടെ ഫാം. അതൊരു പ്രശ്നമാണ്. നിത്യം നാടൻ കോഴികൾ തന്നെ കഴിക്കണമെന്ന വാശി. അപ്പൊ നാടൻ കോഴികൾക്കും ഈ വേലിച്ചാട്ടത്തിൽ ഒരു പങ്കുണ്ട് എന്ന് ഉദ്ദേശം. മൂന്നാമതായ കാര്യം എന്താണ്? എന്തു പറഞ്ഞാലും ശരി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഒരു വിഭാഗം അനുയായികളുണ്ട്. എന്തു പറഞ്ഞാലും ആമന്ന സല്ലംന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ്. മൂന്നാമത്തെ പ്രചോദനം, എന്തും ചെയ്യാമല്ലോ, ആരും ചോദ്യം ചെയ്യാനില്ല. നാലാമത്തെ കാര്യം അതല്ല, എല്ലാവരും ഞാൻ പറയുന്നില്ല, അറബിയിൽ ലഫ്ള് മാത്രം പറയാം. സൗജത്ത് അളവും ജിൽദുമായ കാരണത്താൽ ഇങ്ങനെ ഒരു പ്രചോദനത്തിലേക്ക് വന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതോ കാര്യമെന്നറിയില്ല. ചുരുക്കി പറയട്ടെ, ഇത്തരം ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ മനുഷ്യൻ വേലിച്ചാട്ടം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. വേലിച്ചാട്ടത്തിന്റെ തുടക്കം എന്നാണ്? സമസ്ത എന്ന ജനപിന്തുണയുള്ള, ജനപിമ്പലമുള്ള ആ സംഘടനയെ വിവാഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഒരുപാട് പിന്നാലെ നടന്നു. സമസ്തയുടെ രക്ഷിതാക്കൾ പറഞ്ഞു, ഒരിക്കലും ഈ സംഘടന വിവാഹം ചെയ്തു തരില്ല, ഇതിനെ സ്വന്തമാക്കാൻ തരില്ല, നിങ്ങളുടെ വരതിയിൽ വരുത്താൻ തരില്ല എന്ന് സമസ്തയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. അങ്ങനെ സമസ്തയെ വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യാൻ വേണ്ടി അവർ സമീപിച്ചു. രജിസ്ട്രാർ പറഞ്ഞു, ഒരിക്കലും അത് വിവാഹം ചെയ്യാൻ ചെയ്തു തരില്ല, നീ വന്നിരിക്കുന്നത് കുഫ്രത്ത് ആളുകളല്ല, മറ്റൊരാളുടെ ഭാര്യയെ നിങ്ങൾ വിവാഹം ആലോചിക്കുന്നത് ശരിയല്ല. അതാണല്ലോ ഉണ്ടായത്. അത് മതി. അപ്പോ സഹോദരന്മാരെ, ഈ ജാതി ഇടിപ്പിച്ചുകൊണ്ട് ഇടുകയാണ്. ഈ ജാതി ഇനിയും കുറെ ഉണ്ട്, ആ ജാതി ഇറക്കരുത് ഈ കല്ലച്ചാലിന് എന്ന് പറയണം. ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ സംഗതി, ഈ മയ്യത്തുണ്ടോ ദിക്റുള്ള വിഷയല്ലേ, അത് ഞങ്ങൾ ചെയ്യണത് സലഫ് സ്വാലികളുടെ മാർഗം. സഹാബത്ത് അങ്ങനെ മിണ്ടാതെ കൊണ്ടുപോയത്, അങ്ങനെയാ ഞങ്ങൾ ചെയ്യുന്നത്. സഹാബത്തിന്റെ മാർഗം അതാണ്. പാരമ്പര്യം അതിൽ ഞങ്ങൾക്കാണ് അതിലും പാരമ്പര്യം ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ കാസിമി തന്നെ തുറന്നു പറയേണ്ട, വിശദീകരിക്കാൻ നമുക്ക് നേരല്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ വരേണ്ടി വരുമല്ലോ. നിങ്ങൾ കേൾക്ക്. ഇബ്രത്താണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല.
ഇതിൽ തർക്ക്. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹ്യങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാ. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാകാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം, അവന് തമാശ. അപ്പോ സലഫ് സ്വാലിഹീങ്ങൾ മിണ്ടാതെയാണ് മയ്യത്തുണ്ടോയത്, ഞങ്ങളോ മിണ്ടാതെ. സഹാബത്ത് മയ്യത്തുണ്ടോയത് മിണ്ടാതെ, ഞങ്ങളല്ലേ ചെയ്യണത്. എന്നിട്ട് ഞങ്ങൾ ആക്ഷേപിക്കണോ? ഒരു സക്കാഫി ആക്ഷേപിക്ക കേട്ടാളി. ഒരു വഹാബ് സക്കാഫി തന്നെ ആള് പറയാണ്, മുജാഹിദീങ്ങൾ മയ്യത്തെടുക്കൽ മില്ലെന്ന് മരമുട്ടിയെടുക്കണ പോലെ, പെരിച്ചായിനെ കുഴിച്ചിടുന്ന പോലെ കേട്ടാളി. പക്ഷേ അപ്പോഴേക്ക് ബാപ്പാന്റെ മയ്യത്ത് മില്ലിൽ നിന്ന് മരമുട്ടി കൊണ്ടുപോകുന്നതുപോലെ, പെരിച്ചായിനെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് പോലെ പള്ളിക്കാട്ടിലെ ബാപ്പാന്റെ കവർ അടക്കം ചെയ്ത് തുറച്ചു തിരുത്തി പറയും. പക്ഷേ അപ്പോഴേക്ക് ബാപ്പാന്റെ മയ്യത്ത് മില്ലിൽ നിന്ന് മരമുട്ടി കൊണ്ടുപോകുന്നതുപോലെ, പെരിച്ചായിനെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് പോലെ പള്ളിക്കാട്ടിലെ ബാപ്പാന്റെ കവർ അടക്കം ചെയ്ത് തുറച്ചു അപ്പോ മില്ലെന്ന് മരെടുക്കുന്ന പോലെ, പെരിച്ചായെ കുഴിച്ചിടുന്ന പോലെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെടുത്ത് ഖുർആൻ ഓതിയിട്ടില്ല, മയ്യത്ത് കൊണ്ടുപോയി ദിക്ർ ചൊല്ലിയിട്ടില്ല. ഞങ്ങളും അത് ചെയ്യുന്നില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണത്തിൽ അങ്ങനെ ഒരു ഖുർആൻ പാരായണം ഉണ്ടെങ്കിൽ, മയ്യത്ത് കൊണ്ടുപോയി ദിക്ർ ചൊല്ലലുണ്ടെങ്കിൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ഞങ്ങള്, അതുപോലെ തന്നെ ആ മയ്യത്ത് നമസ്കാരം നടത്തുന്ന ഞങ്ങള്, ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷേ പ്രിയമുള്ളവരെ, സഹാബത്ത് ആരും മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലിയിട്ടില്ല. സഹാബത്തിന്റെ മാർഗം മിണ്ടാതെ പോകലാണെന്ന് ഖാസിമി വരെ പച്ച മലയാളത്തിൽ പറയുമ്പോ ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ? അതാണ് സഹാബത്തിന്റെ മാർഗം, അതാണ് സലഫിന്റെ മാർഗം, അതാണ് പൂർവീകര മാർഗം, അതാണ് പാരമ്പര്യമുള്ളത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അതിനെ പരിഹസിക്കുന്നു മുസ്ലിയാക്കന്മാര്. പ്രിയമുള്ളവരെ, പെരിച്ചാഴിയെ കുഴിച്ചിടുന്ന പോലെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. ആലോചിച്ചോ, ഞങ്ങളുള്ള വാശി കൊണ്ട്, ദേഷ്യം കൊണ്ട്, വൈരാഗ്യം കൊണ്ട് നിങ്ങളുടെ പരിഹാസം എത്തുന്നത് എവിടേക്കാണ് ആലോചിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ആ സ്വഹാബത്തിലേക്കാണ് നിങ്ങളുടെ പരിഹാസം എത്തുന്നതെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കല്ലച്ചാലിൽ ഇനിയൊരു മനുഷ്യൻ മരിച്ച ആ മയ്യത്തിന്റെ കൂടെ ദിക്ർ ചൊല്ലി പോകണ്ട. ഖാസിമി വരെ പറഞ്ഞത് അതാണ് സഹാബത്തിന്റെ മാർഗമെന്നാണ്. ആ മാർഗത്തിലേക്ക് വരിക. അതിനെ മുസ്ലിയാക്കന്മാർ പരിഹസിക്കുന്നു, പെരിച്ചാഴി എന്ന് പറയുന്നു, മില്ലിന്ന് മരമുട്ടിയെടുക്കുന്ന പോലെ എന്ന് പറയുന്നു. ആര് പരിഹസിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗമല്ലേ നമുക്ക് വേണ്ടത്? അതിലേക്കാണ് മുജാഹിദുകൾ ജനങ്ങൾ ക്ഷണിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും ആ നിലക്ക് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികളായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. خيبار قد خربت وهالناظير اندحرت
ها خيبر قد خربت وها الناظر اندحرت بقوة الإسلام والسيف والسهام بقوة الإسلام والسيف والسهام بقوة الإسلام وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد